പിടി നീയാച്ചി നാനാച്ചി വാ വാ ആരാ ആരാ? ഭാരതി മേനൊന്ന് കാണണം. അയ്യോ, അവരെ ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ. അതെന്താ? കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗസ്റ്റ് ആണെന്ന് ഭാരതി മേനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ആളാ? ഞാൻ ഇപ്പൊ പോയി പറയാം സാർ. സാർ ഇവിടെ ഇരിക്കും. ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് ഐസക് ജോൺ. ഓ, ഐ സി. അപ്പുകുട്ട, സാറിന് മുകളിൽ വിളിച്ചോണ്ടു. നാനമകുന്നു മേനിന്നൊകുന്നു എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോൾ. ഒന്ന് നിർത്തോ. താനാണോ പെണ്ണോ? ഇത് രണ്ടുമല്ല സാറേ, അതുകൊണ്ടാണ് എനിക്കൂടെ വേല കിട്ടിയത്. വാ, എല്ലാ സിസ്റ്റേഴ്സും വെളിയെ വരി. വേഗം വാ, എല്ലാരും അങ്ങ് മാറിയിക്ക്. സാറേ, ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ. സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്പെഷ്യൽ ആ റൂമിലുണ്ട്. സാറ് വിഷമിക്കണ്ട. വാ, ഇങ്ങ് വരി. ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കുട്ടി മതി. സുമി ഇത്തിരി കോസ്റ്റ്ലിയാണ്. 500 rupees ആകും. എത്രയായാലും മതി. എന്നാ ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ പൊയ്ക്കോ. പൊയ്ക്കോ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടി കാണും കേട്ടാ. അച്ഛാ. അയ്യോ, ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? സുമീന്നാണോ അതോ എൽസിന്നോ? സാറിന് എന്നെ മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത്. പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്കതറിയാം. അപ്പച്ചൻ ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കലുകൊണ്ട് തീരാവുന്ന കാര്യമല്ല നിന്റെ അപ്പച്ചൻ എന്നോട് ചെയ്തത്. അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. നിനക്ക് വേണ്ടിയോ? അതെ സാർ. ശ്രീധന പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ആ പണം തരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചനെ കൊണ്ട് ചന്ദ്രശേഖര മുതലാളി കള്ളസാക്ഷി പറയിച്ചത്. എന്നിട്ട് അയാൾ വാക്കുമാറിയതോ പോട്ടെ, ആ ദുഷ്ടം കാറോടിച്ച് ഒരാളെ കൊന്നതിന് പകരം എന്റെ അപ്പച്ചൻ ആ കുറ്റത്തിന് ജയിലിലും കയറ്റി. എന്നിട്ട് അയാൾ എന്നിവിടെയും കൊണ്ടെത്തിച്ചു. ഞാനിവിടെ ഇങ്ങനെയാണ് ജീവിക്കുന്നെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പച്ചനെ അറിയിച്ചിട്ടില്ല സാർ. ആട്ടെ, സാറിപ്പോ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നതാണ്. സാറിന്റെ ഭാര്യയുടെ പേര് രമ എന്നാണോ? അതെ. രമയെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടും അവൾ ആർക്കും വഴങ്ങിയില്ല. രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല സാർ. അതെനിക്കറിയാം. ഞാൻ ജയിൽ ചാടിയത് അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് രമയെ ചന്ദ്രശേഖര മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാ അപകടമാണ്. രമ ഇവിടെ വരികയോ വല്ല വിവരവും കിട്ടുകയോ ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം. ആരാത്?
ആരാത്? ആരാണെന്നാ ചോദിച്ചത്? നീ എവിടെ പെണ്ണേ? ഞാൻ ആരോരും ഇല്ലാത്തവളാണമ്മേ. മാനം പേടിച്ച ഇതിനകത്തോട്ട് ഓടിക്കയറിയത്. നിന്നെ കണ്ട് ഞാൻ പേടിച്ചില്ലോടി. ആരാണെന്ന് ചോദിച്ചാൽ നീ എന്താ മിണ്ടാതിരുന്നത്? എന്നെ 4-5 തെമ്മാടികൾ ഓടിച്ചോണ്ട് വരികയായിരുന്നു. എന്റെ ശബ്ദം കേട്ട അവരിങ്ങോട്ട് കയറി വരുമെന്ന് പേടിച്ച മിണ്ടാത്തത്. അയ്യോ അമ്മേ, അവന്മാരാണെന്ന് തോന്നുന്നു. എന്നെ അവന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുതേ. പേടിക്കാതെ മോളെ. ആരാണത്? അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ആഹാ, അയ്യോ നീ പേടിക്കാതെ മോളെ. ഇത് തെമ്മാടികളൊന്നുമല്ല. എന്റെ മോനും അവന്റെ കൂട്ടുകാരനുമാണ്. അമ്മച്ചി ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ താഴ്ത്തി കിട്ടാതെ. ഞങ്ങൾ 2 കൊച്ചു തമ്മാടികളാ. നീ ഒന്ന് പോടാ. ഇവളേതാ അമ്മേ? ഏതോ അപകടത്തിൽപ്പെട്ടു വന്നതാണെന്നാ പറഞ്ഞത്. ഈ നേരത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഇറങ്ങി നടന്നാലേ അപകടം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഏതായാലും അസമയത്ത് കയറി വന്നൊരു പെണ്ണല്ലേ മോനെ. ഈ അർദ്ധരാത്രിയിൽ ഇറക്കി വിടുന്ന ഒരു മനുഷ്യത്വമാണ്. അമ്മ എന്നെ പറ്റി വിഷമിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട മോളെ, എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുള്ളതാ. എന്നാ പിടിച്ച് കരുതിക്കോ. നിങ്ങൾ പോയയുടെ അപ്പുറത്ത്. നീ വേടാ, പുതിയൊരു മോളെ കിട്ടിയിരിക്കുന്നതല്ലേ. കുഞ്ഞെ, അവനൊരു മുൻദേശക്കാരനാ. നീ പേടിക്കണ്ട. നീ ആരായാലും നിന്നെ ഞാൻ ഇറക്കി വിടില്ല. വാ. മുങ്ങി കുളിച്ച് കഴിഞ്ഞപ്പോ എന്റെ ബ്രെയിനിൽ നിന്ന് പെട്ടെന്നൊരു ഐഡിയ. എന്താടാ? ആ പെണ്ണ് എവിടുന്ന് വന്ന് കയറുകളാണെങ്കിലും കണ്ടിട്ട് നല്ല കുടുംബത്തിൽപ്പെട്ടവളാണ് ആ തോന്നുന്നത്. അടങ്ങി ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു കൂട്ടുവായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇറക്കി വിടാത്തത്. അപ്പോ എനിക്ക് വരുന്ന ഐഡിയ അണ്ണനും വരും. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അമ്മേ, അമ്മേ. എന്താ മോളെ? നേരം വെളുത്തു, ഞാൻ പൊയ്ക്കോട്ടെ. നീ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ. എനിക്ക് തങ്ങാൻ ഇടം തന്നതിന് അമ്മയെ ഞാൻ എന്റെ പെറ്റമ്മയെ പോലെ ഓർമ്മിക്കും. അമ്മയുടെ മകൻ എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത്. ഞാൻ മാപ്പ് ചോദിച്ചെന്ന് അമ്മ പറഞ്ഞേക്കണം. ഞാൻ വരട്ടെ. അവിടെ നിൽക്ക്. നീ അർദ്ധരാത്രി ഓടിക്കയറി വന്നവളായതുകൊണ്ടാ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചത്. എന്താ, നിനക്കിവിടെ കഴിയാൻ ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ ഇന്നു മുതൽ നിനക്കിവിടെ കഴിയാം. ഭരതമേനോൻ, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഈ ലോകം അറിയുന്നത് ഇപ്പോഴാണ്. ഓരോന്നിനെയും കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്രയായിരം പണം ചെലവ് ചെയ്തെന്നും എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ചെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അറിയാം സാർ. സാർ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാവുന്ന കാര്യമല്ല നിങ്ങൾ എന്നോട് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളൊക്കെ രമയെ കരുതി മാത്രമായിരുന്നു. അവളുടെ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഒരു വാശിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സാർ, എന്റെ ആൾക്കാരുടെ കൂടെ രമയെ സാറിന്റെ ബംഗ്ലാവിലേക്ക് അയക്കുമ്പോഴാണ് അവൾ ചാടിപ്പോയത്. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ അവളെ മറ്റാർക്കും വിറ്റ് കാശുണ്ടാക്കാൻ നോക്കിയെന്നാണ്. ഇത്രയും നിർഭയമായിട്ട് സാർ എന്നെ അവിശ്വസിക്കരുത്. ഇതിനകത്ത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വേറെ ഒരു പുരുഷന്മാർക്കും ഞാൻ അനുവദിച്ചിട്ടില്ല. സാറിനെ വഞ്ചിച്ച് രമയെ നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? നിങ്ങൾക്ക് പണം മാത്രമാണ് വലുത്. ഒരിക്കലല്ല സാർ. മുതലാളി, നടന്ന സംഭവം എന്തെന്നറിയാതെ മുതലാളി പെട്ടെന്ന് കുറ്റം പറയുന്നത് ശരിയല്ല. 2 ദിവസം കൂടെ മുതലാളി ഒന്ന് ക്ഷമിക്കണം. അവൾ എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് മുതലാളിയുടെ മുമ്പിൽ ഞാൻ എത്തിക്കാം. മതി മോളെ, നീ ഇനി പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ചോറും കറിയെല്ലാം ശരിയാക്കി വെച്ചിട്ടാമേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പെറ്റു വളർത്തിയ മകളിൽ നിന്ന് പോലും എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് മോളെ നിന്റെ ഓരോ പെരുമാറ്റവും. നിന്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം എനിക്ക് അവളുടെ ഓർമ്മയാണ് വരുന്നത്. നിന്നെ പോലുള്ള അടക്കവും ഒതുക്കൊന്നും അവൾക്കറിയില്ല.
എപ്പോഴും കിലുകിലാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവള് വെറും ഒരു പാവമാ. ആ മകൾക്ക് കിട്ടേണ്ട വാത്സല്യമല്ലേ അമ്മേ ഇപ്പൊ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കുഞ്ഞെ, ഇപ്പൊ നീയല്ലേ എന്റെ മോള്. ലോകത്തുള്ള എല്ലാ മക്കളെയും ഒരമ്മയ്ക്ക്